പ്ലാനിങ്ങിൽ നമ്മൾ അടുത്തതായിട്ട് കവർ ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് പ്ലാനിങ് ആണ്. ഏതൊക്കെ ടൈപ്പിലുള്ള പ്ലാനിങ് ഉണ്ട്, അതിൽ ഏതൊക്കെ ടൈപ്പിലുള്ള പ്ലാനിങ് ആണ് ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പ്ലാനിങ് ആർ ഡിവൈഡഡ് അണ്ടർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് അപ്പോൺ ദ റെസ്പെക്റ്റീവ് ഫീച്ചേഴ്സ്. നമ്മൾ നോക്കുക ഏതൊക്കെ ടൈപ്പിലുള്ള പ്ലാനിങ് ഉണ്ടെന്നുള്ളത്. കോംപ്രഹെൻസീവ് പ്ലാനിങ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, റൂളിംഗ് പ്ലാൻസ്, പെർസ്പെക്റ്റീവ് പ്ലാൻ, ആനുവൽ പ്ലാൻ, ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്, പ്ലാനിങ് ഹോളിഡേയ്സ് എക്സെട്ര. സോ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ് ആണ്. ഇത് കൂടുതലുണ്ട്, നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണും. ആദ്യത്തേത് സോഷ്യലിസ്റ്റിക് പ്ലാനിങ്. പേരിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ട്. ദിസ് ഈസ് ടോട്ടാലിറ്റേറിയൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഭയങ്കര കൺട്രോളായിരിക്കും. ഗവൺമെൻറ് എല്ലാം ആദ്യം അവസാനം തീരുമാനിക്കും. ഹിയർ ദി ഗവൺമെൻറ് ത്രൂ ദി പ്ലാനിങ് അതോറിറ്റി ടേക്സ് ദി all important decisions and control investment and other major economic activities. ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റ് ഇക്കണോമിക് ഡിസിഷൻസ് ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് മാത്രമായിരിക്കും തീരുമാനിക്കുക. പബ്ലിക് സെക്ടർ ഈസ് ദ ഓൺലി സെക്ടർ ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈസ് നോട്ട് അലൗഡ്. ഹിയർ ദർ ഈസ് ഫുൾ ഫ്ലെഡ്ജ്ഡ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. സോ റഷ്യ പോലുള്ള ഇക്കോണമികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലുള്ള ടൈപ്പ് ഓഫ് പ്ലാനിങ് ആണ് സോഷ്യലിസ്റ്റിക് പ്ലാനിങ്. ഇന്ത്യയിൽ ആ പ്ലാനിങ് അല്ലായിരുന്നു. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് ഇമ്പെറേറ്റീവ് പ്ലാനിങ് അല്ലെങ്കിൽ planning by direction. Here the economic policies are drawn first and enforced with great authority. There is the command system rather than the primacy of the market. മാർക്കറ്റിൽ തീരുമാനിക്കുന്നത് ഇക്കോണമി സെൻട്രലൈസ്ഡ് കമാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാനിങ് അതോറിറ്റി ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ്സ് ദി പ്ലാൻ ആൻഡ് ദി മാർക്കറ്റ് പ്ലേസ് an insignificant role. This type of planning was performed in socialist economies of Eastern Europe. So that type of planning is called imperative planning or planning by direction. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് നമ്മളെ സംബന്ധിച്ചോളം, നമ്മുടെ ഇക്കോണമിസ്റ്റ് ഭയങ്കര പ്രധാനപ്പെട്ട പരീക്ഷയെ സംബന്ധിച്ചോളം ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്. ദ ഓപ്പോസിറ്റ് ഓഫ് ഇമ്പെറേറ്റീവ് പ്ലാനിങ് ഈസ് ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്. ദ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ഈസ് യുണീക്ക് ഇൻ ഇറ്റ്സ് implementation. Here in the case of indicative planning, the planning authority just plays the role of a coordinator of the major economic agents including the private sector to realize set target. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടത്? ഈ പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത, പ്ലാനിങ് അതോറിറ്റി ഒരു കോർഡിനേറ്ററായിട്ട് മാത്രം ഒരു റോൾ പ്ലേ ചെയ്യും. ഇക്കോണമിയിലെ ഡിഫറെൻറ്റ് ഇക്കണോമിക് ഏജൻസ്, പ്രൈവറ്റ് സെക്ടറാകട്ടെ പബ്ലിക് സെക്ടറാകട്ടെ, അവരെല്ലാം ഈ കോർഡിനേഷൻ്റെ ഒരു ഭാഗമായി തീരും. പ്ലാനിങ് അതോറിറ്റി ഒരു ടാർഗറ്റ് വെക്കും, ആ ടാർഗറ്റ് വെച്ച് ഇക്കണോമിക് ഏജൻസ് ആക്ഷൻസ് നടത്തും എന്നാണ് ഇതിൻ്റെ ഒരു അസംഷൻ. സോ ഇന്ത്യയിൽ 8 to 5 പ്ലാൻ തൊട്ട് ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ആയിരുന്നു, നമ്മളത് കാണും. Indicative planning was followed in several advanced capitalist countries like Japan, Australia and France. സോ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ആണ് ഫോളോ ചെയ്യപ്പെട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് വന്ന വർഷം 92. സോ വന്ന 5 year പ്ലാൻ, 8th 5 year പ്ലാൻ. And next is planning by inducement and planning by direction. These are the 2 formats of planning. നമുക്ക് എന്താണ് അതിൻ്റെ പ്ലാനിങ് ബൈ ഇൻഡ്യൂസ്മെൻറ്റ് കേട്ടത് തന്നെ നമുക്കറിയാം. Here there is the existence of private sector. Planning is done by persuasion and not through compulsion. So that is the main feature of what? Planning by inducement. അവിടെ ഒരു പ്രേരണ കൊടുക്കുള്ളൂ, നിർബന്ധമായിട്ടൊന്നുമില്ല സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലെ പോലെ. അതാണ് പ്ലാനിങ് ബൈ ഇൻഡ്യൂസ്മെൻറ്റ്. ഓപ്പോസിറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത് പ്ലാനിങ് ബൈ ഡയറക്ഷൻ. ദർ ദി സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇംപ്ലിമെൻറ്റ്സ് ദി പ്ലാൻ വിത്ത് അയൺ ഫോഴ്സ്. റിമെമ്പർ, the centralized authority implements the plan with the iron force. That is called planning by direction. And അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്കയിടത്തും പ്രൈവറ്റ് സെക്ടർ കാണൂല പ്ലാനിങ് ബൈ ഡയറക്ഷനിൽ. ഇനി അടുത്തത് ഡെമോക്രാറ്റിക് പ്ലാനിങ് ആൻഡ് സോഷ്യലിസ്റ്റിക് പ്ലാനിങ്. ഡെമോക്രാറ്റിക് പ്ലാനിങ് മീൻസ് പ്ലാനിങ് വിത്തിൻ ദി ഫ്രെയിം വർക്ക് ഓഫ് ഡെമോക്രസി. നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. സോഷ്യലിസ്റ്റിക് പ്ലാൻ മീൻസ് പ്ലാനിങ് ഈസ് ഡിസൈൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ എ സെൻട്രൽ അതോറിറ്റി. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെമോക്രാറ്റിക് പ്ലാനിങ് ആൻഡ് സോഷ്യലിസ്റ്റിക് പ്ലാനിങ്. നെക്സ്റ്റ് ഈസ് സ്ട്രക്ചറൽ പ്ലാനിങ് ആൻഡ് ഫങ്ഷണൽ പ്ലാനിങ്. ഇവിടെ സ്ട്രക്ചറൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് നടത്തുന്നത് സാധാരണഗതിയിൽ സ്ട്രക്ചറൽ ചേഞ്ചസിന് വേണ്ടിയിട്ട് ആയിരിക്കും. അത് നടത്തുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലായിരിക്കും. പ്ലാനിങ് എയിം ടു അച്ചീവ് ദ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി ഈസ് സ്ട്രക്ചറൽ പ്ലാനിങ്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് നടത്തുന്ന പ്ലാനിങ്ങാണ് നമ്മൾ സ്ട്രക്ചറൽ പ്ലാനിങ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ഒരു ഫോർമൽ രീതിയിൽ മറ്റ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റോ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒബ്ജക്റ്റീവ്സ് ഒന്നും ഇല്ലാതെ പ്ലാനിങ് നടത്തുന്നതിനാണ് ഫങ്ഷണൽ പ്ലാനിങ് നടത്തുന്നത് എന്ന് പറയുക. ആ പ്ലാനിങ് കൂടുതലും ഡെവലപ്ഡ് കൺട്രീസിലായിരിക്കും നടത്തുന്നത്. പ്ലാനിങ് ഡൺ വിത്തിൻ ദി എക്സിസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഈസ് കോൾഡ് ഫങ്ഷണൽ പ്ലാനിങ്. നോ മേജർ സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് വിത്ത് ഫങ്ഷണൽ പ്ലാനിങ്. So that is about the structural and functional planning. Next is planning classification in terms of time frame. നമ്മളതിന് പേഴ്സ്പെക്റ്റീവ് പ്ലാനും ഷോർട്ട് ടൈം പ്ലാൻ എന്ന് പറയും. ഷോർട്ട് ടൈം പ്ലാൻ എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പേഴ്സ്പെക്റ്റീവ് പ്ലാൻ.
Planning for a long time is called perspective planning. With the plans are prepared in advance for 15, 20 or 25 years. Okay, so that is the nature of perspective planning. Perspective planning എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലോങ് ടൈം പ്ലാനിങ് ആയിരിക്കും. In India, the perspective plan for 30 years was introduced as part of the first wave plan. പിന്നീട് അത് ഡ്രോപ്പ് ചെയ്തു. Later, the perspective plan time period was reduced to 20 and 15 years under the third wave plans and subsequent plans. പിന്നീട് തേർഡിലും ഫോർത്തിലൊക്കെ പെർസ്പെക്റ്റീവ് പ്ലാൻ വന്നു, പക്ഷേ അത് 15 ഇയറിലേക്കായിരുന്നു. സോ റിമെമ്പർ, പെർസ്പെക്റ്റീവ് പ്ലാൻ ഇസ് എ പ്ലാൻ ഫോർ ലോങ് ടൈം. Planning ranging from 4 to 6 years is known as short-term plans. Okay, that's about short-term plan. And the next type of planning is national and regional planning. ആ പേര് എല്ലാം തന്നെ അതിൽ തന്നെ ഉണ്ട്. A plan for the entire economy is known as national plan. Okay, on the other hand, a plan for a region is known as regional or micro level plan. So that is about national and regional planning. Next one is sectoral planning and area planning. Planning for a particular sector is known as sector plan, whereas that for a particular area like village is known as ഏരിയ പ്ലാനിങ്. അപ്പോൾ സെക്ടർ പ്ലാനിങ്ങും ഏരിയ പ്ലാനിങ്ങും അങ്ങനെ നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഫിസിക്കൽ പ്ലാനിങ് ആൻഡ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. ഈ ഫിസിക്കൽ പ്ലാനിങ്ങിലും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലും ആ പേര് തന്നെ എല്ലാം ഉണ്ട്. നമ്മുടെ പ്ലാനിങ്ങിൽ ഉപയോഗിക്കേണ്ട റിസോഴ്സസ് അതതിൻ്റെ ഫിസിക്കൽ ഫോമിൽ ഇത്ര ടൺ സിമെൻറ്റ് അല്ലെങ്കിൽ ഇത്ര ഏരിയ ഓഫ് ലാൻഡ് അങ്ങനെ പറയുന്നതിനാണ് ഫിസിക്കൽ പ്ലാനിങ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് അത് മണിയുടെ ടൈംസിൽ കാണിക്കുന്നതിനാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുക. ഫിസിക്കൽ പ്ലാനിങ് ഈസ് ഇൻ ടൈംസ് ഓഫ് റിസോഴ്സസ്, whereas financial planning is in terms of money. So that's the difference between financial and physical planning. Next is centralized and decentralized planning. Under centralized planning, the entire planning works like formation, adoption, execution, supervision and control are entrusted with one central planning authority. So that is the main feature of centralized planning. ഇനി നമ്മൾ തൊട്ടടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജിൻ്റെ കീഴിലുള്ള ആ പ്ലാനിങ്ങിലേക്ക് നോക്കുമ്പോൾ regional bodies get more freedom to formulate and implement planning. So that is about decentralized planning. Centralized and decentralized. Now we are coming to the next planning concept that is called rolling plan. അപ്പോൾ റോളിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. എവിടുന്ന് ഈ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്കും ഈ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്കും, അങ്ങനെ തരത്തിലുള്ള പ്ലാനിങ്ങിന് പറയുന്ന പേരാണ് റോളിംഗ് പ്ലാൻ. ഒരു വർഷം തന്നെ 3 പ്ലാൻ കാണും. കഴിഞ്ഞ വർഷത്തെ പ്ലാൻ, ഈ വർഷത്തെ പ്ലാൻ, അടുത്ത വർഷത്തെ പ്ലാൻ. So we will explain what is rolling plan. Here an existing plan shall roll into a new plan. This means that in every year 3 new plans are framed. Okay, നമ്മൾ കണ്ടു. In India, rolling plan were introduced during 1978-80. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എക്സാമിന് ഭയങ്കര പ്രധാനപ്പെട്ട. ആ റോളിംഗ് പ്ലാൻ വേർ ഇൻട്രൊഡ്യൂസ് ആസ് പാർട്ട് ഓഫ് 6th 5 പ്ലാൻ. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏത് 5 പ്ലാനിലായിരുന്നു റോളിംഗ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 6th 5 പ്ലാനിലായിരുന്നു റോളിംഗ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1978 ആയിരുന്നു. സോ ഇൻ ഇന്ത്യ ദ റോളിംഗ് പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദി അഡ്വൈസ് ഓഫ് നിക്കോളാസ് കാൾഡർ. ഇതൊരു ഇക്കോണമിസ്റ്റ് ആയിരുന്നു, ഇന്ത്യയായിട്ട് ഭയങ്കരമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഇക്കോണമിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ പ്രകാരമാണ് ഇന്ത്യ റോളിംഗ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല ഡോക്യുമെൻറ്റിൽ നമ്മൾ കാണുന്നുണ്ട്.